ചേരുംപടി ചേർക്കുക. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. അയ്യങ്കാളി സാധുജന പരിപാലന യോഗം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത്? ആറ്റിങ്ങൽ കലാപം. തേഭാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? ബംഗാൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യസമരവുമായി ബന്ധമില്ലാത്ത നേതാക്കൾ. സിദ്ധു കാനു. ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? മൈക്കൽ ഏഞ്ചലോ. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. രാമചന്ദ്ര ഗുഹ. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരി? ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതലമല എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏത്? നീലഗിരി. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ. അവസാദ ശിലകൾ. ജുമിങ് കൃഷിരീതി ചെയ്തുവരുന്ന മോൻപ, മിഷ്മി, നാഗ ഗിരിവർഗ വിഭാഗങ്ങൾ കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം. അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ജ്യോതിഷ് മഠ അടുത്തകാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരാഖണ്ഡ്. ചേരുംപടി ചേർക്കുക. യൂണിവേഴ്സൽ ഫൈബർ പരുത്തി. സെയ്ദ് പഴം. റാബി ഗോതമ്പ്. ഒറൈസ സറ്റൈവ നെല്ല്. 2023-24 ഇന്ത്യൻ ബജറ്റിലെ അമൃതകാലം എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ പെടാത്തത്? വിവരാവകാശം. പെടുന്നത്? ഹരിത വളർച്ച, യുവശക്തി, അടിസ്ഥാന വികസനവും നിക്ഷേപവും. നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ശ്രീ നരേന്ദ്ര മോദി. 2015 ജനുവരി 1 നിലവിൽ വന്നു. നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹി. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതി താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ്. 2020 മെയ് 12 ആരംഭിച്ചു. ഇന്ത്യയുടെ GDP-യുടെ 10% വരുന്ന പദ്ധതി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ. ചേരുംപടി ചേർക്കുക. GST ബിൽ 2017 ജൂലൈ 1. ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2005 ഓഗസ്റ്റ് 23. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 ഏപ്രിൽ 1. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധമില്ലാത്തത്? ബി ആണ്. കാർഷിക വികസനവും ഗ്രാമീണ വികസനവും. ആസ്ഥാനം മുംബൈ. ശിവരാമൻ കമ്മിറ്റി. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത്? ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ പെടുന്നില്ല. നിയമവാഴ്ച എന്ന ആശയവും പാർലമെന്ററി സമ്പ്രദായവുമാണ് നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ റിട്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകൾ പ്രതിപാദിക്കുന്നു. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്തത്? ഓപ്ഷൻ എ രണ്ടാമത്തെ പ്രസ്താവന. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. വിഭവങ്ങളുടെ തുല്യ വിതരണം. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിൽ പ്രതിപാദിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി മൂന്നാമത്തെ പ്രസ്താവന ഉൾപ്പെടുന്നില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക. രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത്? 3, 4 എന്നിവ. ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാം. മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്ക് രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. ഭരണഘടനയുടെ 7-ാം പട്ടികയിൽ പ്രതിപാദിക്കുന്ന അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരത്തിന് ഉദാഹരണമാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അവശിഷ്ട അധികാരത്തിൽ നിന്ന് നിയമം നിർമ്മിക്കുവാൻ അധികാരം ഗവൺമെന്റിനാണ്. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 1979 സ്ഥാപിതമായി കേരള ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം. ആസ്ഥാനം തിരുവനന്തപുരത്തെ പൂജപ്പുര. ശ്രീമതി ജയഡാളി MV ആണ് ചെയർപേഴ്സൺ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ എ ആണ് തെറ്റ്. മഴവിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി. പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതി.
ആശാഭവൻ മാനസിക രോഗം ഭേദമായവരുടെ പരിശീലനം ലക്ഷ്യം. ഓപ്ഷൻ എ നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരള സാമൂഹ്യ നീതി വകുപ്പ് വന്നത് 1975-ലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1996-ൽ എ.കെ. ആന്റണി മുഖ്യമന്ത്രിയായപ്പോഴാണ് ആദ്യത്തെ കമ്മീഷൻ രൂപീകൃതമായത്. ആദ്യത്തെ അധ്യക്ഷൻ സുഗതകുമാരി ആയിരുന്നു. ഇപ്പോഴത്തെ അധ്യക്ഷൻ ശ്രീമതി പി. സതീദേവിയാണ്. ജസ്റ്റിസ് ഡി. ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷസ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007-ൽ നിലവിൽ വന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി. ഓപ്ഷൻ സി മൂന്നാമത്തെ ജോഡി തെറ്റാണ്. ആങ് സാൻ സുകി ഭയത്തിൽ നിന്നുള്ള മോചനം, നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, സൽമാൻ റുഷ്ദി സാത്താന്റെ വചനങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അഴവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം കെ. പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഓസ്റ്റിയോപൊറോസിസ്. നട്ടെല്ലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കളുടെ ഇടയിൽ കാണുന്ന സന്ധി കീലസന്ധി. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ആൽഫ വൈറസ്. വംശനാശം സംഭവിച്ച ഹോമിനിനുകളുടെ മനുഷ്യപരിണാമത്തിന്റെയും ജനിതക ഘടന സംബന്ധിച്ച പഠനം നടത്തിയത് സ്വാന്റെ പാവോ. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചുനീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി വിവാ കേരളം. ഒരു വസ്തുവിന്റെ ചലനത്തിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ്. ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പലായന പ്രവേഗം താഴെ പറയുന്നവയിൽ എന്തൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൂമിയുടെ മാസ്, ഭൂമിയുടെ ആരം. 3/2 അപവർത്തനാങ്കമുള്ള ഒരു കോൺകേവ് ലെൻസിന്റെ വായുവിൽ 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുണ്ടെങ്കിൽ 4/3 അപവർത്തനാങ്കമുള്ള ജലത്തിൽ എത്ര ഫോക്കസ് ദൂരമുണ്ടാകും? 80 സെന്റിമീറ്റർ. 2022 നവംബറിൽ EOS-06 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ച PSLV റോക്കറ്റ് ഏതാണ്? PSLV C-54. താഴെ പറയുന്നവയിൽ ലൂയിസ് സിദ്ധാന്തപ്രകാരം ആസിഡായിട്ട് പരിഗണിക്കുന്നത് AlCl3. പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് കഞ്ഞിവെള്ളം. നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിന്റെ pH സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു ബഫർ ലായനിയാണ്. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിന്റെ ജ്വലനഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്ക് ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു. പ്രസ്തുത മൂലകം ഹൈഡ്രജൻ. മലയാളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന ആട്ടക്കഥ നളചരിതം. എം. മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി കേശവന്റെ വിലാപങ്ങൾ. കേരള കലാമണ്ഡലം സ്ഥാപിതമായത് 1930-ൽ. 2018-ലെ ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഭുവനേശ്വർ. കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഖാദർ കമ്മിറ്റി. ഒറ്റപ്പദം. അറിയാൻ ആഗ്രഹമുള്ള ആൾ ജിജ്ഞാസു. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിലുപയോഗിക്കുന്നത് കടവടുപ്പിക്കുക. പ്രാചി എന്ന വാക്കിന്റെ വിപരീതം പ്രതീചി. ശാരിക എന്ന വാക്കിന്റെ പര്യായമല്ലാത്തത് ചകോരം. ശാരിക എന്ന പദത്തിന്റെ പര്യായമാണ് കീരം, ശുകം, കിളി എന്നിവ. വീട് പ്ലസ് പണി ചേർത്തെഴുതിയാൽ വീടുപണി. കേമൻ പിരിച്ചെഴുതിയാൽ കേമം പ്ലസ് അൻ. കർത്തൃ എന്ന പദത്തിന്റെ പുല്ലിംഗം കർത്താവ്. തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം തങ്ക. സാമാന്യ ലിംഗബഹുവചന രൂപമായ അവ എന്നതിന്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? അത്. എന്താണ് സ്ത്രീധന മരണം? സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിന്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീയുടെ മരണം സാധാരണഗതിയിൽ അല്ലാത്ത വിധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കുന്നു. ശരിയായ പ്രസ്താവന. വിവാഹിതയായ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നത് IPC പ്രകാരം കുറ്റകരമാണ്. കോമളം തന്റെ മാല പ്രിയ സുഹൃത്തായ ജാനകിക്ക് പണയം വെച്ചതിന് ശേഷം അവരുടെ സമ്മതം കൂടാതെ പണം തിരിച്ച് നൽകാതെയും പണയവസ്തു എടുത്തു കൊണ്ടുപോയി.
IPC പ്രകാരം ഏത് കുറ്റമാണ് കോമളം ചെയ്തത്? മോഷണം. കുറ്റകൃത്യത്തിന്റെ വ്യാഖ്യാനം എന്താണ്? പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ശിക്ഷാർഹമായ പ്രവൃത്തി അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്നതിനെ കുറ്റകൃത്യം എന്ന് വിളിക്കുന്നു. സ്വകാര്യ വ്യക്തിയെക്കൊണ്ട് അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം? ഒരു വ്യക്തി ഒരു സ്വകാര്യ വ്യക്തിയുടെ മുൻപാകെ ജാമ്യമില്ലാ കുറ്റം ചെയ്തു. ഒരു വ്യക്തി ഒരു സ്വകാര്യ വ്യക്തിയുടെ മുൻപാകെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറ്റം ചെയ്തു. കുറ്റവാളിയായി പ്രഖ്യാപിച്ച വ്യക്തി. ക്രിമിനൽ നടപടിക്രമ കോഡ് പ്രകാരം ഇൻക്വസ്റ്റ് നടത്താൻ ഏതൊക്കെ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്? ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, ഇതിനായി സംസ്ഥാന സർക്കാരോ ജില്ലാ മജിസ്ട്രേറ്റോ പ്രത്യേകം അധികാരപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ടൈപ്പ്റൈറ്റർ വിദഗ്ധന്റെ അഭിപ്രായം ഇന്ത്യൻ തെളിവ് ആക്ട് 1872 പ്രകാരം സ്വീകാര്യമാണ്. ഈ നിഗമനത്തിലെത്താൻ കോടതി അംഗീകരിച്ച യുക്തി എന്ത്? ടൈപ്പ്റൈറ്ററിന്റെ കൈയക്ഷരത്തിന്റെ പരിധിയിൽ വരുന്നു. ടെലിഗ്രാഫ് എന്നതിന് കീഴിൽ ടെലിഫോൺ വരുന്നു. കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്നാൽ ഉദ്ദേശിക്കുന്നത് ക്രമസമാധാനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ പ്രാദേശിക സമൂഹത്തിന്റെ സഹായം തേടുന്ന പോലീസ്. കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിന്റെ ചുമതലകൾ റോഡുകൾ, റെയിൽവേ പാലങ്ങൾ, സുപ്രധാന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ പൊതുസ്വത്തും സംരക്ഷിക്കൽ. സംസ്ഥാനത്തെ പോലീസിന്റെ പ്രവർത്തനത്തിൽ പൊതുവെ നയമാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുന്നതിന് കേരള പോലീസ് ആക്ട് 2011 സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ വിഭാവനം ചെയ്യുന്നു. ഈ പ്രസ്താവന ശരിയാണ്. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്നത് 1985. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 20. IT ആക്ട് നിലവിൽ വന്നത് 2000 ഓഗസ്റ്റ് 17. IT ആക്ട് സൈബർ ടെററിസം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ് 66F. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് 18 വയസ്സിൽ താഴെ. പോക്സോ നിയമം അവസാനമായി ഭേദഗതി വരുത്തിയ വർഷം 2019. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ താഴെ പറയുന്നവയിൽ ആർക്കാണ് നൽകുക? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾക്ക് നൽകേണ്ട ഫീ 10 രൂപ.